ഒരിക്കൽ വളരെ നിരാശനായ ഒരു ചെറുപ്പക്കാരൻ സെൻ മാസ്റ്ററുടെ അടുത്ത് ചെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, മാസ്റ്റർ, ആർക്കും എന്നെ ഇഷ്ടമല്ല. ആർക്കും എന്നോടൊരു ബഹുമാനവും ഇല്ല. എല്ലാവർക്കും എന്നോട് വളരെ പുച്ഛമാണ്. എല്ലാവരും എന്നെ വളരെ വില കുറച്ചാണ് കാണുന്നത്. എനിക്ക് ഭയങ്കര വിഷമാവുകയാണ്. ഇവരെല്ലാം ഇങ്ങനെ കാണുന്നതുകൊണ്ട് എനിക്കും എന്നോടൊരു പുച്ഛം തോന്നുവാണ്. അങ്ങേക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? മാസ്റ്റർ ഒരു നിമിഷം അവനെ നോക്കി, എന്നിട്ടൊന്ന് പുഞ്ചിരിച്ച് ഒരു കല്ലെടുത്ത് അവന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നീ ഈ കല്ലുമായി മാർക്കറ്റിലേക്ക് പോവുക. എന്നിട്ട് ഇത് വിൽക്കാൻ ശ്രമിക്കുക. പക്ഷെ ഒരു കാരണവശാലും നീ ഇത് വിൽക്കരുത്. ഇതുമായിട്ട് നീ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരണം. അവൻ അത്ഭുതമായി. വിൽക്കാൻ പാടില്ല, പക്ഷെ വിൽക്കാൻ ശ്രമിക്കണം. എന്തായിരിക്കും മാസ്റ്റർ ഇങ്ങനെ പറഞ്ഞത്? പക്ഷെ സാരമില്ല, അദ്ദേഹം പറഞ്ഞതല്ലേ, അനുസരിച്ചേക്കാം. അവൻ ആ കല്ലുമായി മാർക്കറ്റിലേക്ക് പോയി. അവൻ ആദ്യം കണ്ടത് ഒരു പഴക്കച്ചവടക്കാരനെയാണ്. അയാളുടെ അടുത്ത് ചെന്ന് ഈ കല്ല് കാണിച്ചു. പഴക്കച്ചവടക്കാരൻ കല്ലെടുത്ത് കയ്യിൽ പിടിച്ച് മേടിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ നിനക്ക് ഇതിന് പകരമായി 3 ആപ്പിൾ തരട്ടെ, ഇതെനിക്ക് തരുന്നോ? അവൻ കൊടുത്തില്ല. മാസ്റ്റർ പറഞ്ഞിട്ടുണ്ടല്ലോ ആർക്കും കൊടുക്കരുതെന്ന്. അവൻ അടുത്ത ആളുടെ അടുത്തേക്ക് പോയി. അത് ഒരു ജ്വല്ലറി ആയിരുന്നു. ജ്വല്ലറിക്കാരൻ ഈ കല്ല് ഒന്ന് വിശദമായി പരിശോധിച്ചിട്ട് അയാൾ പറഞ്ഞു, ഇതിന് അത്യാവശ്യം വിലയുള്ള കല്ലാണ്. ഞാൻ നിനക്ക് $1000 തരാം. ഈ കല്ല് നീ എനിക്ക് തന്നേക്ക്. അവൻ അത്ഭുതമായി. $1000 ഈ കല്ലിനോ? ഓ, പക്ഷെ എന്ത് ചെയ്യാം, മാസ്റ്റർ ഇത് വിൽക്കരുതെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് അവൻ കൊടുത്തില്ല. അവൻ അടുത്ത ആളുടെ അടുത്തേക്ക് പോയി. അത് ഈ കല്ലുകളുടെ മൂല്യം അളക്കുന്ന ഒരാളുടെ അടുത്തായിരുന്നു. അയാൾ കല്ലുകൾ വളരെ വിശദമായി പഠിച്ച് പരിശോധിച്ചതിന് ശേഷം പറഞ്ഞു, ഇത് വളരെ റെയറായ, വളരെ പ്രഷ്യസ് ആയ ഒരു കല്ലാണ്. ഞാൻ നിനക്കിതിന് $1,00,000 തരും. ഈ കല്ല് നീ എനിക്ക് തന്നേക്ക്. അവൻ വളരെയധികം അത്ഭുതപ്പെട്ടു. പക്ഷെ എന്ത് ചെയ്യാം, മാസ്റ്റർ പറഞ്ഞതനുസരിച്ചല്ലേ പറ്റുള്ളൂ. അവൻ ആ കല്ല് കൊടുക്കാതെ തിരിച്ച് ഇതുമായി മാസ്റ്ററിന്റെ അടുത്തേക്ക് ചെന്നിട്ട് മാസ്റ്ററിനോട് തനിക്കുണ്ടായ അനുഭവങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞു. അപ്പൊ മാസ്റ്റർ ഒന്ന് പുഞ്ചിരിച്ചു. ഈ കല്ല് പോലെ തന്നെയല്ലേ നീയും? നിന്നെ മനസ്സിലാക്കാത്തവരല്ല നിന്റെ വില തീരുമാനിക്കേണ്ടത്. നിനക്ക് വില തരാത്തവർക്ക് നിന്റെ വാല്യൂ മനസ്സിലായിട്ടില്ല. അങ്ങനെയുള്ളവരുടെ മുമ്പിൽ നീ എന്തിനാണ് നിന്നെ സംശയിക്കുന്നത്? നിന്നെ വില കുറച്ച് കാണുന്നവരുടെ മുമ്പിൽ നീ എന്തിനാണ് സ്വയം വിഷമിക്കുന്നത്? യഥാർത്ഥ ആളുകൾക്ക് നിന്റെ വില തിരിച്ചറിയാൻ പറ്റും. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾക്ക് അനുസരിച്ച് മാറുന്നതല്ല നമ്മുടെ മൂല്യം. ഇത് കേട്ടപ്പം ആ ചെറുപ്പക്കാരന് വളരെയധികം സന്തോഷമായി, സമാധാനമായി. വലിയൊരു തിരിച്ചറിവാണ് അവന് ഉണ്ടായത്. അവൻ മാസ്റ്ററോട് നന്ദി പറഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചുപോയി. ഈ തിരിച്ചറിവാണ് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിലും വേണ്ടത്. നമുക്ക് ചുറ്റുമുള്ളവർ നമ്മളെ വില കുറച്ച് കാണുകയോ കുറ്റപ്പെടുത്തുകയോ തരം താഴ്ത്തുകയോ ചെയ്യുന്നതനുസരിച്ച് നമ്മൾ നമ്മളെ സ്വയം സംശയിക്കരുത്. അവരല്ല നമ്മുടെ മൂല്യം നിർണ്ണയിക്കുന്നത് എന്നാണ് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത്. അവർ നമുക്ക് വില തരുന്നില്ല എങ്കിൽ നമുക്ക് വിലയില്ല എന്നല്ല അർത്ഥം. അത് തിരിച്ചറിയാനുള്ള കഴിവ് അവർക്കില്ല എന്നാണ് അതിന്റെ അർത്ഥം. യഥാർത്ഥ ആളുകൾ നമ്മളെ തിരിച്ചറിയുകയും ചെയ്യും. അപ്പം നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയുക, നമ്മുടെ വില നമ്മൾ തന്നെ മനസ്സിലാക്കുക. ആരുടെ വാക്കും കേട്ട് സ്വയം സംശയിക്കാതെ ജീവിതത്തിൽ സ്വന്തം കഴിവുകളിൽ വിശ്വസിച്ച് ജീവിക്കുക.